ഭൂട്ടാൻ വാഹനക്കടത്ത് കേസ് പരിശോധനയ്ക്കിടെ ദുൽഖർ സൽമാനെ വിളിച്ചുവരുത്തി ഇഡി. വീടുകളിൽ റെയ്ഡ് നടക്കുന്നതിനിടെയാണ് നടനെ വിളിച്ചുവരുത്തിയത്. നെടുമ്പാശ്ശേരിയിലെത്തിയ ദുൽഖർ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ പരിശോധന പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ മടങ്ങി. ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ഇല്ല, അതിപ്പോ വേറൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ തൽക്കാലത്തേക്കൊന്നും അല്ല, ഇവരുടെ ബിൽഡിങ്ങിനോട് കയറണ്ട. പൂർത്തിയായി. ശരി ശരി. വിവരങ്ങളുമായി എസ് ശരൺ, ഷഹബാസ് അഹമ്മദ്, അലി അക്ബർ ഷാ എന്നിവർ ചേരുന്നു. ആദ്യം എസ് ശരണിലേക്ക്. ശരൺ, ഇപ്പോൾ ഉദ്യോഗസ്ഥർ മടങ്ങുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ രാവിലെ നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ ഈ കടത്തുമായി ബന്ധപ്പെട്ട് വാഹനക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന, ഇഡിയുടെ പരിശോധന. ഒപ്പം ദുൽഖറിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. നെടുമ്പാശ്ശേരിയിൽ എത്തിയെങ്കിലും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? ഈ പരിശോധന പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ടോ? ശ്രുതി, എന്തായാലും പരിശോധന ചിലയിടങ്ങളിൽ മാത്രമാണ് പൂർത്തിയായെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ദുൽഖർ സൽമാൻ ഇനി എന്താണ് ഇഡിയോട് പറയാൻ പോകുന്നതെന്നുള്ളത് പ്രധാനം തന്നെയാണ്. നേരത്തെ ഹൈക്കോടതിയിലടക്കം ദുൽഖർ സൽമാൻ പറഞ്ഞിരുന്നത് താൻ നിയമാനുസൃതമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് ഈ വാഹനം വാങ്ങിയെന്നുള്ളതാണ്. അതിൽ മറ്റ് ഒരു തെറ്റും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് കൃത്യമായ രേഖകൾ തൻ്റെ പക്കലുണ്ട്. ആ രേഖകൾ പരിശോധിക്കാതെയാണ് ഈ പിടിച്ചെടുക്കാനുള്ള നടപടികളിലേക്ക് കസ്റ്റംസ് കടന്നത് എന്നുള്ളതായിരുന്നു ദുൽഖറിന്റെ വാദം. അതിൽ ഈ ദുൽഖറിന്റെ ആവശ്യം പരിഗണിക്കണമെന്നുള്ളൊരു കാര്യമാണ് ഹൈക്കോടതി കസ്റ്റംസിന് നൽകിയിരുന്ന നിർദ്ദേശം. അത് കസ്റ്റംസ് പരിഗണിക്കാനിരിക്കെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി അന്വേഷണം ആരംഭിച്ചിരുന്നത്. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ദുൽഖർ സൽമാന്റെ 3 വീടുകളിൽ പരിശോധന നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു വീട്ടിലെ പരിശോധന ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. മറ്റു വീടുകളിൽ പരിശോധന തുടരുകയാണ്. ഇതായാലും നേരത്തെ ദുൽഖർ സൽമാൻ 1:30 കൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും ഒന്നും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഞാൻ നിൽക്കുന്ന എളംകുളത്തെ വീട്ടിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇഡി ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ദുൽഖർ സൽമാനിൽ നിന്ന് തേടുക. എന്തായാലും ഈ വാഹന ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉള്ളത്. പ്രത്യേകിച്ച് നേരത്തെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ കസ്റ്റംസ് ചില വിവരങ്ങൾ കൈമാറിയിരുന്നു. അതിനപ്പുറം റെയ്ഡുകൾ നടത്തിക്കൊണ്ട് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുക, രേഖകൾ ശേഖരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇഡിക്ക് മുന്നിലുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര ഒരു വ്യാപകമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നത്. എന്തായാലും ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദുൽഖർ സൽമാന്റെ വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമല്ല മറ്റു നടന്മാരുടെയും, അതായത് പൃഥ്വിരാജിന്റെയും ഒപ്പം അമിത് ചക്കാലക്കൽ അടക്കമുള്ളവരുടെ വാഹനങ്ങൾ കേന്ദ്രീകരിച്ചും പരിശോധന ഉണ്ടായിരുന്നു. അതിൽ തന്നെ അമിത് ചക്കാലക്കലിന്റെ വീട്ടിലും പൃഥ്വിരാജിന്റെ വീട്ടിലും മമ്മൂട്ടിയുടെ വീട്ടിലും ഒക്കെ പരിശോധന നടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവിടെ ഇപ്പോഴും പരിശോധനകൾ തുടരുകയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ കസ്റ്റംസ് കണ്ടെത്തിയിരുന്നതാണ്. അതായത് ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് വാഹനങ്ങൾ കടത്തിയതിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നുള്ള വിവരമാണ് ലഭിച്ചിരുന്നത്. ആ വിവരങ്ങളാണ് പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറിയിരുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ച് നിലവിൽ നടത്തുന്നത് പ്രാഥമിക അന്വേഷണമാണ്. ഈ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയാലായിരിക്കും അവർക്ക് ECIR രജിസ്റ്റർ ചെയ്യാൻ കഴിയുക. അങ്ങനെ ECIR രജിസ്റ്റർ ചെയ്ത ശേഷമായിരിക്കും ഈ താരങ്ങൾക്കടക്കം നോട്ടീസ് നൽകാനുള്ള നീക്കവും ഇഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഓക്കെ, തുടരുക. അലി അക്ബർ ഷാ കൂടിയുണ്ട്. അലി, 33 വാഹനങ്ങളാണ് ഓപ്പറേഷൻ നംകോറിൽ കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നത്. ഇതിൽ ദുൽഖറിന്റെ ഡിഫൻഡർ വാഹനം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയും കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്നുണ്ടായതൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. ഇതിൽ ഈ വാഹനം പിടിച്ചെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണം ആവശ്യമുണ്ടോ, രേഖകൾ പരിശോധിച്ചല്ലേ അന്വേഷണം എന്ന് കോടതി ചോദിക്കുകയുണ്ടായി കസ്റ്റംസിനോട്. എന്തായാലും ഇന്നിപ്പോൾ കാര്യങ്ങൾ ഇഡിയുടെ പരിശോധനയിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരിക്കുന്നു. ഈ കസ്റ്റംസിലേക്ക് ഇപ്പോൾ ദുൽഖറിനെ വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ ഇത് കസ്റ്റംസ് ഓഫീസിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ടോ? ശ്രുതി ഈ പറഞ്ഞതുപോലെ നമുക്ക് അറിയുന്നതുപോലെ ഈ ഓപ്പറേഷൻ നംകൂറുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയിൽ ഈ പിടിച്ചെടുത്ത വാഹനങ്ങളിൽ ഈ ദുൽഖർ സൽമാന്റെ നിസാൻ പെട്രോളും അതുപോലെ തന്നെ ഡിഫൻഡർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ ഡിഫൻഡർ തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദുൽഖർ കോടതിയിൽ പോകുന്നത്. കോടതിയിൽ നിന്നും കസ്റ്റംസിന് നേരെ വിമർശനാത്മകമായ ഒരു പ്രസ്താവന ഉണ്ടായതുൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ഈ കസ്റ്റംസിനെ സംബന്ധിച്ചിടത്തോളം ഈ തട്ടിപ്പിൽ ഈ ഓപ്പറേഷൻ നംകൂറുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ വിവരങ്ങളിൽ ഈ വാഹനക്കടത്തിൽ കൃത്യമായ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട്, പണത്തിന്റെ ക്രയവിക്രയങ്ങൾ നടന്നിട്ടുണ്ട് എന്ന കൃത്യമായ കണ്ടെത്തലുണ്ടായിരുന്നു. ഇതിന്റെ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറിയതിന്റെ അടിസ്ഥാനത്തിലാണ്
പശ്ചാത്തലത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് രാവിലെ 7 മണി മുതൽ 17 ഇടങ്ങളിൽ ഇത്തരത്തിൽ ദ്രുതഗതിയിലുള്ള ഒരു പരിശോധനയിലേക്ക് റെയ്ഡിലേക്ക് കടന്നത്. ദുൽഖർ സൽമാന്റെ ഈ പറയുന്ന പനമ്പള്ളി നഗറിലെ വീട്ടിലും അതുപോലെ തന്നെ വൈറ്റിലയിലുള്ള 2 വീടുകളിലുമാണ് ഈ റെയ്ഡ് നടന്നിരുന്നത്. ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് തന്നെയാണ് ദുൽഖർ സൽമാനെ ചെന്നൈയിൽ നിന്നും ഇഡി വിളിപ്പിച്ചു വരുത്തിയിരിക്കുന്നതെന്നും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്പസമയം മുമ്പ് ദുൽഖർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം വാഹനത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ ഉദ്യോഗസ്ഥരുള്ള വീട്ടിലേക്ക് പോകും, അല്ല എങ്കിൽ അന്വേഷണ ഏജൻസിയിലേക്ക് ഓഫീസിലേക്ക് വരുമോ എന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിലും വ്യക്തതയില്ല. സ്വാഭാവികമായും കസ്റ്റംസിന്റെ നിർദ്ദേശമനുസരിച്ച് കസ്റ്റംസിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിലേക്ക് ഇൻവോൾവ് ആയിരിക്കുന്നത്. അതിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട പരിശോധന പ്രാഥമിക പോവുകയാണ്. ശരൺ, ഇപ്പോൾ ദുൽഖർ എത്തിയിട്ടുണ്ടോ? എന്താണ് മനസ്സിലാക്കുന്നത്? ദുൽഖർ എളംകുളത്ത് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം നേരത്തെ 1:30 കൂടിയാണ് നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷം ഇപ്പോൾ എളംകുളത്തെ വീട്ടിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പുറത്തുവിട്ടിരുന്നതാണ് ഇത്തരത്തിലൊരു വിവരം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ റെയ്ഡുകൾ നടക്കുന്നതിനിടയിൽ പലയിടങ്ങളിലായി നടത്തുന്നതിനിടയിൽ ദുൽഖർ സൽമാന്റെ 3 വീടുകൾ റെയ്ഡുകൾ നടക്കുന്നതിനിടയിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി എന്നുള്ള വിവരം നമ്മൾ ബ്രേക്ക് ചെയ്തിരുന്നതാണ്. അതിനുശേഷം ഇപ്പോൾ ദുൽഖർ സൽമാൻ ഇവിടെ എളംകുളത്തെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ദുൽഖർ സൽമാനിൽ നിന്ന് വിവരങ്ങൾ തേടാനുള്ള ശ്രമമായിരിക്കും ഇനി ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നേരത്തെ കസ്റ്റംസ് റെയ്ഡ് നടക്കുന്നതിനിടയിൽ ദുൽഖർ സൽമാന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ദുൽഖർ സൽമാൻ പുറത്തായിരുന്നു. പിന്നീട് സമൻസ് നൽകുമെന്നുള്ളതാണ് കസ്റ്റംസ് അറിയിച്ചിരുന്നത്. അന്ന് ദുൽഖർ സൽമാന്റെ 3 വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നെങ്കിലും പിന്നീട് സമൻസ് നൽകി വിളിച്ചു വരുത്തുമെന്നുള്ളത് പറഞ്ഞിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇഡിയുടെ റെയ്ഡ് നടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദുൽഖർ സൽമാന്റെ സാന്നിധ്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇഡി വിശദമായ റെയ്ഡിലേക്ക് കടന്നിരിക്കുന്നതെന്നുള്ളതാണ്. ദുൽഖർ സൽമാൻ ഇനി ഇഡിക്ക് മുന്നിൽ എന്താണ് പറയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുകയും ചെയ്യും. കാരണം നേരത്തെ ഹൈക്കോടതിയിലടക്കം ദുൽഖർ സൽമാൻ വാദിച്ചിരുന്നത് താൻ നിയമവിരുദ്ധമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, നിയമാനുസൃതമായിട്ടാണ് നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടാണ് താൻ വാഹനം വാങ്ങിയത്, അതിൽ ഇല്ലീഗലായിട്ടുള്ള ഒരു ട്രാൻസാക്ഷനോ ഇടപാടുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ കാര്യം തന്നെയാണോ ഇഡിയെ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ ഇഡിക്ക് മൊഴിയായി നൽകുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഹൈക്കോടതിയിൽ പറഞ്ഞതിൽ തന്നെ വളരെ ക്ലിയറായി തന്നെ തന്റെ പക്കൽ രേഖകളുണ്ട്. ആ രേഖകൾ പരിശോധിക്കാതെയാണ് കസ്റ്റംസ് തന്റെ വാഹനം പിടിച്ചെടുത്തതെന്നുള്ള വാദമാണ് ദുൽഖർ സൽമാൻ മുന്നോട്ട് വച്ചിരുന്നെങ്കിൽ ആ കൃത്യമായ രേഖകൾ ഉണ്ടെന്നുള്ള അദ്ദേഹത്തിന്റെ വാദം സാധൂകരിക്കുന്ന ആ രേഖകൾ അദ്ദേഹം ഇഡിക്ക് മുന്നിൽ ഹാജരാക്കുമോ എന്നുള്ളതും നമുക്ക് അറിയേണ്ടതുണ്ട്. നമ്മളിപ്പോഴും മനസ്സിലാക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ പ്രാഥമിക അന്വേഷണം മാത്രമാണ്. അവർ ECIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ ECIR രജിസ്റ്റർ ചെയ്ത ശേഷമായിരിക്കും നോട്ടീസ് അടക്കം നൽകിക്കൊണ്ട് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യാനുള്ള കാര്യത്തിലേക്കൊക്കെ തന്നെ പോവുക. ഇപ്പോൾ നടക്കുന്നത് പ്രാഥമിക വിവരശേഖരണമാണ്. അതിന്റെ ഭാഗമായിട്ട് ദുൽഖർ സൽമാനിൽ നിന്ന് വിവരങ്ങൾ തേടാൻ തീരുമാനിക്കുകയും ദുൽഖർ സൽമാൻ ഇപ്പോൾ ഇഡിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രുതി, ഓക്കെ, വ്യക്തമാണ്. SS ശരനാണ് വിവരങ്ങൾ നൽകുന്നത്. എളംകുളത്തെ വീട്ടിലേക്കാണ് ഇപ്പോൾ ദുൽഖർ സൽമാൻ എത്തിയിരിക്കുന്നത് എന്ന് ചെന്നൈയിലായിരുന്നു ഇഡിയുടെ അന്വേഷണം പരിശോധന നടക്കുന്നതിനിടെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് ദുൽഖർ കൊച്ചിയിലെത്തി ഇപ്പോൾ എളംകുളത്തെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്.